നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഹിന്ദി ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പ്രകൃതിയെ വർണ്ണിക്കുകയും അതിൻ്റെ ലാസ്റ്റ് ഭാഗം കുട്ടികൾ പാടത്ത് ബീർ ബഹൂട്ടിയെ തിരയുന്ന ഭാഗമാണ്. പിന്നീട് സ്കൂളിൽ ബെല്ലടിച്ചപ്പോൾ സാഹിലിനെ പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ട് കുട്ടികളും കൂടി കടക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് ഫുലേര ജംഗ്ഷനിലൂടെ കുട്ടികൾ നടന്നു വരുന്നു. കടയിലെത്തുന്നതിന് മുമ്പ് സാഹിൽ പേനയിൽ അവശേഷിച്ചിരുന്ന മഷി തൂത്തുകളയുകയും പിന്നീട് കടക്കാരനോട് മഷി ചോദിച്ചപ്പോൾ മഷിപ്പാത്രം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ എന്ന് പറയുകയും അപ്പോൾ പറഞ്ഞു സാഹിൽ ഉള്ള മഷി തൂത്ത് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ ബാദൽ കോ ദേക്കർ ഗഡേക്കോ നഹി ഡുലാന ചഹിയെ, മഴക്കാർ കണ്ട് കുടം കമഴ്ത്തരുത് എന്ന് പറയുകയും പിന്നെ കുട്ടികളോട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 5ാം ക്ലാസ്സിലാണ്, രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്, രണ്ട് കുട്ടികളും ഒരേപോലെയാണ്, ഒരു കുട്ടി ചെയ്യുന്ന കാര്യം തന്നെയാണ് മറ്റേ കുട്ടിയും ചെയ്യുന്നത്, അത് പറഞ്ഞാണ് അവസാനിപ്പിച്ചിരുന്നത്. പിന്നീട് ഇവിടെ ഈ പേജിലെ 9th പേജിൽ ലാസ്റ്റ് പാരഗ്രാഫ്. ഗണിത് കെ മാട്ട് സാബ് സുരേന്ദർ ജി का पीरियड गेल गंडी के बाद आता था. ഗണിത് എന്ന് പറഞ്ഞ കണക്ക്. ഗണിത് കെ മാട്ട് സാബ് കണക്ക് ടീച്ചർ, മാത്സ് ടീച്ചർ. സുരേന്ദർ ജി കാ പീരിയഡ് അദ്ദേഹത്തിൻ്റെ പീരിയഡ് ഗേൽ ഗണ്ടി കെ ബാദ് ആത്താ था. ഗേൽ ഗണ്ടി എന്ന് പറഞ്ഞാൽ PT ഡ്രില്ലിൻ്റെ പീരീഡിന് ശേഷമാണ് കണക്ക് മാഷായ സുരേന്ദ്ര സാറിൻ്റെ പീരീഡ്. ബച്ചെ ഉൻസെ കാമ്പത്തെ കുട്ടികൾക്ക് അദ്ദേഹത്തെ വളരെയധികം പേടിയായിരുന്നു. और गेल गंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. बच्चे उनसे कांपते थे. കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് അതുകൂടാതെ ഗേൽ ഗണ്ടിക്ക് ബന്ദ് ഹോനേസെ 2 മിനിറ്റ് പഹലെ PT പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുൻപേ മുൻപേ തന്നെ അപ്പനി ജഗഹോം പർ ആക്കർ ബൈറ്റ് ജാത്തെ थे അവനവൻ്റെ സ്ഥലത്ത് വന്ന് ഇരിക്കുമായിരുന്നു. അതായത് PT പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ സ്വന്തം സ്ഥലത്ത് വന്ന് ഇരിക്കുക പതിവായിരുന്നു സുരേന്ദർ മാട്ട് സാബിൻ്റെ പീരീഡിൻ്റെ മുൻപേ. നെക്സ്റ്റ് പേജ് നമ്പർ 10. അതിൽ फर्स्ट भाग. सुरेंद्र जी माट साहब इसी पीरियड में कॉपी चाहते थे. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരീഡ്, അതായത് PT പീരീഡ് കഴിഞ്ഞിട്ടുള്ള സുരേന്ദ്ര മാഷയുടെ കണക്ക് പീരീഡ്, ഇസി പീരീഡ് അതായത് അന്നത്തെ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം കോപ്പി ചാഞ്ചസ്. ഇവിടെ കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട്ബുക്കാണ്. കുട്ടികളുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുമായിരുന്നു. ജറാസി ഗലത്തി पर बच्चों को इधर उधर फेंक देते थे या झापड़ मारते लगते थे. വളരെ നിസ്സാരമായ തെറ്റ് കണ്ടാൽ തന്നെ അദ്ദേഹം കുട്ടികളെ മാരകമായി ശിക്ഷിച്ചിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്കന ഭൂൽ ജാത്താ था. അദ്ദേഹത്തിൻ്റെ കൈ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിപ്പിക്കാൻ മറക്കുമായിരുന്നു. അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തില്ല എന്നർത്ഥം. एक दिन സുരേന്ദർ ജി മാട്ട് സാബിനെ ബേല കെ ബാലോ മേ പഞ്ച ഫസായ. ഒരു ദിവസം സുരേന്ദർ ജി മാട്ട് സാബ് ബേല കെ ബാലോ മേ പഞ്ച ഫസായ, ബേലയുടെ മുടി പിടിച്ച് വലിച്ചു ഒരു ദിവസം ഉണ്ടായ സംഭവമാണ്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे
वह गलती ही नहीं थी, नहीं पर शायद जिस गलती को मूടി പിടിച്ച് വലിച്ചെന്ന് പറയല്ലേ, പക്ഷേ शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे, ഏത് തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം ബേലയുടെ മുടി പിടിച്ച് വലിച്ചത്, വഹ് ഗൽത്തി തീ ഹി നഹി, അത് ഒരു തെറ്റായിരുന്നില്ല. അതായത് മാഷ്ക്കാണ് അബദ്ധം പറ്റിയത്, ഇല്ലാത്ത തെറ്റിനായിരുന്നു ബേലയുടെ മുടി പിടിച്ച് സുരേന്ദ്ര മാഷ് സാബ് വലിച്ചത്. ഉന്നോനെ ബേല കോ ചോട് ദിയ, അദ്ദേഹം ബേലയെ വെറുതെ വിട്ടു. ബേല के भयभीत चेहरे को देखकर സാഹിൽ ബുരി തർഹ് ഡർ ഗയാ था. ബേലയുടെ ഭയഭീതമായ പേടിച്ചരണ്ട ചെഹ്റ മുഖം, ചെഹ്റക്കോ ദേഖ്കർ, ബേലയുടെ പേടിച്ചരണ്ട മുഖഭാവം കണ്ട് സാഹിൽ ബൂരി തർഹ് ഡർ ഗയ, സാഹിലും ഭയങ്കരമായി പേടിച്ചു. ഉസ്നെ ദേഖാക്കി ബേല കെ പാവ് അബി ബി കാമ്പ് രഹേ थे, അവൻ ബേലയുടെ കാലുകൾ അപ്പോഴും നിന്ന് വിറയ്ക്കുന്നത് കണ്ടു. ഉസ്നെ ദേഖ, അവൻ കണ്ടു, കി ബേല കെ പാവ്, ബേലയുടെ കാല്, അബി ബി ഇപ്പോഴും, കാമ്പ് രഹേ थे വിറയ്ക്കുകയായിരുന്നു. ജയ്സെ വഹ് ഗഡേ ഗഡേ അബി ഗിർ ജായകി, നിന്ന നിൽപ്പിൽ ഇപ്പോൾ തന്നെ വീഴും എന്ന് തോന്നിക്കുമാറ് അവളുടെ കാലുകൾ വിറയ്ക്കുന്നത് സാഹിൽ കണ്ടു. सुरेंद्र जी माट साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. सुरेंद्र जी माट साहब ने, सुरेंद्र जी माट साहब, कापी को पुस्तकम, उसके बैठने की जगह पर, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, ഫേങ്കത്തെ ഹുയെ എറിഞ്ഞുകൊണ്ട്, കഹാ പറഞ്ഞു, ബൈറ്റ് അപ്പനി ജഗഹ് പർ, നിന്റെ സ്ഥലത്ത് പോയി ഇരിക്കി. അപ്പോൾ മാഷ്ക്ക് ഈ പാരഗ്രാഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണിത്. ഈ പാരഗ്രാഫിൽ ബേലയുടെ മുടി പിടിച്ച് വലിച്ചു മാഷ്, പക്ഷേ കുട്ടിയുടെ അടുത്ത് തെറ്റുണ്ടായിരുന്നില്ല, പക്ഷെ മാഷ് അത് സമ്മതിച്ചില്ലല്ലോ. ഈ സംഭവം കുട്ടി ഭയങ്കര മുടി പിടിച്ച് വലിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് ഭയങ്കര പേടിയായി. ഇവളുടെ പേടിച്ചരണ്ട മുഖം കണ്ടപ്പോൾ സാഹിലിനും പേടിയായി. സാഹിൽ നോക്കുമ്പോൾ ഇവളുടെ കാലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതായത് നിന്ന് നിൽപ്പിൽ തന്നെ ബോധം കെട്ട് വീഴുമോ എന്ന് വരെ സാഹിൽ പേടിച്ചു. അങ്ങനെ മാഷ് എന്ത് ചെയ്തു, ഈ കുട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുസ്തകം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ സ്ഥലത്ത് പോയി ഇരിക്കുക എന്ന് കുട്ടിയോട് പറയുകയാണ് സുരേന്ദ്ര മാഷ് ചെയ്യുന്നത്. വളരെ നല്ല മാഷല്ലേ. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ മാഷന്മാർ വരണം. നമ്മളെപ്പോലുള്ള പാവങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഒരു വില ഇല്ല. ഓക്കെ, മൈ ഗോഡ്, കഥ പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇതും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ സുരേന്ദ്ര മാഷുമായിട്ടുള്ള ആ സംഭവത്തിന് ശേഷം ഇവളുടെ മനസ്സിൽ ചിന്തകളാണ് പറയുന്നത്. കാരണം രണ്ടും ഒരേപോലുള്ള കൂട്ടുകാർ, വളരെ നല്ല കൂട്ടുകാർ. അപ്പോൾ ഒരാൾക്ക് ഒരു ചീത്ത അനുഭവം ഉണ്ടായപ്പോൾ അത് എങ്ങനെയാണ് അവരുടെ മനസ്സിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഇത് സാധാരണയായിട്ട് ഡയറി എഴുതാനോ കത്ത് എഴുതാനൊക്കെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ബേല ക മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ, ബേലയുടെ മനസ്സ് വളരെയധികം വേദനിച്ചു. ഖരാബ് ഹോ ഗയ എന്നൊക്കെ പറഞ്ഞാൽ നശിച്ചു എന്നൊക്കെ അർത്ഥം, തകർന്നു എന്നൊക്കെ അർത്ഥം. ഇവിടെ തകരല്ല, മനസ്സ് തകർന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര വിഷമമായി. മാട്ട് സാബ് ചാഹേ മുझे पीट लेते മഗർ സാഹിൽ കെ സാമനെ നഹി, മാഷ് എന്നെ അടിച്ചോട്ടെ, പക്ഷെ അത് സാഹിലിന് മുമ്പിൽ വെച്ച് സഹിച്ചില്ല. ശരിയല്ലേ? നമ്മളുടെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് നമുക്കൊരു ചീത്താനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് അതിനായിട്ട് വലിയ വിഷമങ്ങൾ താങ്ങാൻ പറ്റും, പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ സഹിക്കൂല. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. വഹ് സാഹിൽ കെ സാമനെ ഗുദ് ഹോ ശർമിത മഹസൂസ് കർ രഹി തി, അതായത് സാഹിലിൻ്റെ മുഖത്ത് നോക്കാൻ പോലും വളരെയധികം ഒരു നാണക്കേട് തോന്നി ഈ ബേലയ്ക്ക്. ക്യോംകി വഹ് ജാൻതി തി കി വഹ് സാഹിൽ കെ നസർ മേ ബഹുത്ത് അച്ചി ഹേ, അവൾ എപ്പോഴും സാഹിലിൻ്റെ മുമ്പിൽ നല്ല കുട്ടിയാവാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. നമ്മളും അങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മളൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കും അല്ലേ? അങ്ങനെയാണ്. ഇങ്ങനത്തെ ചില ചതികൾ നമുക്ക് പറ്റുമ്പോഴുള്ള ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമാണ്. ആ ഒരു വിഷമം തന്നെയാണ് നമുക്കൊക്കെ ഒരുപാട്, എനിക്കൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചമ്മി നാറിയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആളുകളല്ലേ.
ओके എനിക്കുണ്ടായിട്ടുണ്ട് ओके अब साहिल की नसर में बहुत अच्छी है जब वह उसके पास आकर बैठी उसने नजर नहीं मिला भाई जब वह उसके पास आकर बैठी उसके नजर नहीं मिला पाई അതായത് സാഹില് ബേലയുടെ അടുത്ത് ബേല സാഹിലിൻ്റെ അടുത്ത് പോയിരുന്നപ്പോൾ ശരിക്കും അവൾ മുഖത്ത് പോലും നോക്കിയില്ല പറഞ്ഞാൽ ഒരു അപമാന ഭാരം എന്നൊക്കെ പറയില്ലേ ഒരു ഇൻസൾട്ടായി. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്തു. ഈ സംഭവം ഒന്ന് റിവൈസ് ചെയ്യാം. മാഷയുടെ സ്വഭാവം, സുരേന്ദ്രൻ മാഷ് സാബ് കർക്കശക്കാരനാണ്, വളരെയധികം ദേഷ്യക്കാരനാണ്. PT പീരീഡിന് ശേഷമാണ് ഇവരുടെ പീരീഡ്. പക്ഷേ PT പീരീഡ് കഴിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 മിനിറ്റ് മുമ്പ് കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കും. കോപ്പി നോക്കുന്ന സമയത്ത് മാഷ് ബേലയുടെ മുടി പിടിച്ചു വലിച്ചു. പക്ഷേ എന്തൊരു കുറ്റത്തിനാണോ മാഷ് കുട്ടിയുടെ മുടി പിടിച്ചു വലിച്ച് അതൊരു കുറ്റമല്ലായിരുന്നു. ബേലയുടെ മുഖം പേടിച്ചരണ്ടു. ഇത് കണ്ട സാഹിലിനും ഭയങ്കര പേടിയായി. സാഹിൽ നോക്കുമ്പോൾ ഇവളുടെ കാലുകൾ നിന്ന് വിറയ്ക്കുന്നു. ഇന്ന നിൽപ്പിൽ നിന്ന് വീഴും എന്ന് വരെ സാഹിൽ പേടിച്ചു. അപ്പോൾ പുസ്തകം സുരേന്ദ്രൻ മാസ്റ്റർ പുസ്തകം ബേലയിരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടെ പോയിരിക്കാൻ പറഞ്ഞു. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. കാരണം എപ്പോഴും അത് മാഷ് തന്നെ അടിച്ചോട്ടെ, പക്ഷെ അത് സാഹിലിൻ്റെ മുൻപിൽ വെച്ച് ആയത് അവർക്ക് ഒന്നുകൂടി വേദന ഉള്ളതാക്കി. അവളെപ്പോഴും സാഹിലിൻ്റെ മുൻപിൽ നല്ല കുട്ടിയാവാൻ ശ്രമിച്ചിരുന്നു. സാഹിൽ അവളുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ബേലയ്ക്ക് ആളുടെ മുഖത്ത് നോക്കാൻ, സാഹിലിൻ്റെ മുഖത്ത് നോക്കാൻ പോലും തോന്നിയില്ല. ഈ ഒരു സംഭവം 2 കുട്ടികളും അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി പുതിയൊരു സെക്ഷനിലേക്കാണ് പോകുന്നത് ഭാഗം. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് ബീർബഹുട്ടിയെ തെരയുന്നു, രണ്ടാമത്തത് പേനയിൽ മഷി നിറയ്ക്കാൻ പോകുന്നു, അടുത്തത് സുരേന്ദ്രൻ മാഷുമായിട്ടുള്ളൊരു സംഭവം, അതിനുശേഷം ദീപാവലിയുടെ സമയത്തുണ്ടായ ഒരു സംഭവം ദീപാവലി സമയത്ത് ഉണ്ടായിട്ടുള്ള അതിലേക്കാണ് കഥ പോകുന്നത്. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. दीपावली की ചുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി, ഹോളിഡേ. അവിടെ ദീപാവലിക്കാണ്, ഓണത്തിനൊന്നും അല്ല, 10 ദിവസം കൂട്ടാണ്. ദീപാവലിക്ക് ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ ദീപാവലിയുടെ അവധി സമയത്തിന് ശേഷം ജബ് സ്കൂൾ ഗൂല, എപ്പോഴാണ് സ്കൂൾ തുറന്നത്, അപ്പോൾ ബേലക്കെ സിർപ്പർ, ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബാന്തി. പട്ടി നമ്മുടെ അവിടുത്തെ പട്ടിയല്ല, അവിടുത്തെ പട്ടീസ് കെട്ടുന്നുണ്ട്, ബാൻഡേജ്. ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേജ് കെട്ടിയിട്ടായിരുന്നു വന്നത്. സ്കൂൾ തുറക്കുമ്പോൾ നല്ല വെളുത്ത ബാൻഡേജൊക്കെ കെട്ടി തലയിൽ കെട്ടിയിട്ടാണ് ഉടുത്തിട്ട് വന്നത്. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി, വെള്ള ബാൻഡേജ് എന്ന് വിളിച്ച് കളിയാക്കി ചിലർ. കഹ് രഹാത്ത ചിലർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കോയി സുൽത്താന ടാക്കു, ചിലർ സുൽത്താന ടാക്കു അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടെററിസ്റ്റ്, അവളുടെ ഒരു കൊള്ളക്കാരിയാണ്. അവൾ തലയിൽ കെട്ടൊക്കെ ഇട്ടിട്ട് വരിക. അപ്പോൾ ആ പേരിൽ അവളെ കളിയാക്കിയിരുന്നു. കോയി കുച്ച് അവർ കഹക്കർ ചിട്ടാ രഹാത്ത, അവളെന്നെ ഇങ്ങനെ ചിലർ ദേഷ്യം പിടിപ്പിക്കുന്നു ചിലർ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ദീപാവലിയുടെ അവധി സമയത്ത് ഉണ്ടായ സംഭവം, ഇവളുടെ തലയിൽ ഒരു മുറി പറ്റി ബാൻഡേജ് ഇട്ടിട്ടാണ് വന്നത്. बादल को माय गॉड, ये क्या हो गया बेला, ये क्या, ഫസ്റ്റ് വരി റൈറ്റ് സൈഡിലെ മുകളിലത്തെ രണ്ടാമത്തെ ഭാഗത്തെ ആദ്യത്തെ വരി കേട്ടോ. യേ ക്യാ ഹോ ഗയാ ബേല, ബേല എന്ത് പറ്റി, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച, സാഹിൽ വളരെയധികം പരവശനായി വിഷമിച്ചുകൊണ്ട് ചോദിച്ചു. ചത്ത് സേ ഗിർഗയി, ഛത്ത് മേൽക്കൂര പേരുടെ മുകളിൽ നിന്ന് വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ, ഹസ്തേ ഹുയെ ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
और कहा പിന്നീട് ചോദിച്ചു बहुत दिन हो गए കുറേ ദിവസമായില്ലേ आज गेलगंडी में ഗാന്ധി ചൗക്ക് में ലങ്കടി ടാങ്ക് കേലെങ്കിൽ അപ്പോൾ വേറെ ചോദിക്കുകയാണ് കുറേ ദിവസമായില്ലേ വെക്കേഷൻ കഴിഞ്ഞ് വന്നില്ലേ കുറേ ദിവസമായില്ലേ ഇന്ന് നമുക്ക് PT പീരീഡ് ഗേൽഗണ്ടി എന്ന് പറഞ്ഞാൽ PTയുടെ പീരീഡ് ഡ്രില്ലിൻ്റെ പീരീഡ് ഗാന്ധി ചൗക്ക് അവിടെ ഗാന്ധിയുടെ പ്രതിമ ഉണ്ട് സ്കൂളിൽ അവിടെ ലങ്കടി ടാങ്ക് നമുക്ക് തൊട്ട് കളിക്കാം കൊച്ചി തൊട്ട് കളിക്കാം ഒരു കാലം കൊണ്ട് കൊച്ചി പോയിട്ട് തൊണ്ണ പരിപാടി ഇല്ലേ കൊച്ചി തൊട്ടിട്ട് ഒറ്റക്കാലിന് കളിക്കാം നഹി ഗേലെങ്കിൽ നമുക്ക് കളിക്കണ്ട തേരെ സിർമേം ഫിർ സെ ലഗ് ജായകി തോ നിന്റെ തലയിൽ വീണ്ടും മുറി ഉണ്ടായാലോ മുറി കളിക്കാലോ സാഹിൽ പറയാറ് ഓക്കെ നഹി ലഗേഗി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ബേലാനെ ജിന്ദഗി ബേല ചിണുങ്ങി വാശി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല നോക്കാം മോൾ ഭാഗത്ത് കേട്ടോ പാരഗ്രാഫ് നഹി ഗേലോങ്കി ഇവിടെ नहीं गेलेंगी बैलाने जिंदगी और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी गेलगंडी लंगड़ी डांग खेली बैलाने जिंदगी और वे हमेशा की तरह അവർ എപ്പോഴത്തെയും പോലെ സാരെ ബച്ചം കെ സാത്ത് എല്ലാ കുട്ടികളുടെയും ഒപ്പം ഗാന്ധിജി ചൗക്ക് കി ബാലുമേം ആ ഗാന്ധി ചൗക്കിൻ്റെ അവിടുത്തെ മണലിലെ പൂരി ഗേൽഗണ്ടി ലങ്കടി ഡാങ്കേല് ആ PT പീരീഡ് മുഴുവനും കൊച്ചി തൊട്ട് കളിച്ചു ഇൻ ബച്ചോം കോ അപ്പനെ ചാരോം ഓർ ഗേൽത്തെ ദേക്കർ ഇൻ ബച്ചോം കോ ഈ കുട്ടികളെ എല്ലാ കുട്ടികളെയും അപ്പനെ ചാരോം ഓർ തൻ്റെ 4 ഭാഗം ഗേൽത്തെ ദേക്കർ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധിജിയുടെ പ്രതിമ ഐസി ദിക്കായി പടുത്തി ഇതുപോലെ ആ ഗാന്ധിജി പ്രതിമ ഇതുപോലെ കാണപ്പെട്ടു ജൈസെ ഓർ സമയത്ത് കുച്ച് അധികം മുസ്കുരാ രഹി ഹെ ഗാന്ധിജിയുടെ പ്രതിമ സ്വതവേ ചിരിച്ചുകൊണ്ടാണ് അപ്പോൾ അതിനേക്കാൾ ഒന്നുകൂടി കൂടുതൽ പ്രസരിപ്പുള്ള ചിരി ഉള്ള പോലെ തോന്നി ഗാന്ധിജിയുടെ പ്രതിമ ഒന്നുകൂടി പ്രസരിപ്പോടുകൂടി ചിരിക്കുന്നത് പോലെ തോന്നി തൻ്റെ 4 പാടും ഈ കുട്ടികൾ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി കളിക്കുന്നത് കണ്ട് ഗാന്ധിജി പ്രതിമയ്ക്ക് ഒന്നുകൂടി സന്തോഷം തോന്നിയതായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടിക്ക് എന്ത് പറ്റി? അവളുടെ തലയുടെ മുകളിൽ ഒരു ചെറിയ മുറിവ് പറ്റി. ഓക്കെ, അടുത്ത ഒരു ഭാഗമാണ് രവി വാർക്ക. കഴ്സർ പോകുന്ന നോക്കാം കേട്ടോ. ഈ ചുവപ്പ് പുള്ളിയുടെ റൈറ്റ് സൈഡിൽ ചുവപ്പ് പുള്ളിതാണ്. രവി വാർക്ക ദീൻത. രവിവാർ, സോമവാർ കേട്ടിട്ടില്ലേ നിങ്ങൾ? രവിവാറുണ്ട്, സോമവാറുണ്ട്, പിന്നെ മംഗൾവാറുണ്ട്, ബുധവാറുണ്ട്, ഗുരുവാറുണ്ട്, ശുക്രവാറുണ്ട്, ശനിവാറുണ്ട്. വാറുണ്ട്, ആഴ്ചകളാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ രവിവാർ കാ ദിൻ താ, ഞായറാഴ്ചയാണ്. സാഹിൽ അപ്പനെ ഘർ में नीम के पेड़ की डाली पकड़ झूम रहा था. സാഹിൽ അപ്പനെ ഘർ में, തൻ്റെ വീട്ടിൽ, നീം കെ പേട് കി ഡാലി, നീം കെ പേട് എന്ന് പറഞ്ഞാൽ വേപ്പ് മരം, കീ വേപ്പ് മരത്തിൻ്റെ, ഡാലി എന്ന് പറഞ്ഞാൽ കൊമ്പ്. അപ്പോൾ സാഹിൽ തൻ്റെ വീടിൻ്റെ അവിടെയുള്ള വേപ്പ് മരത്തിൻ്റെ കൊമ്പ്, പക്കെടുക്കാർ പിടിച്ചിട്ട്, ജൂം രഹാത്ത അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കളിക്കായിരുന്നു. വഹയ്ക്ക് സ്റ്റൂൾ പർ ചടുക്കർ ജൂൽത്താത്ത, ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് അവൻ അതിൻ്റെ മുകളിൽ തൂങ്ങിയിരുന്നത്. അച്ചാനക്, പെട്ടെന്ന്, ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ടലി മേം ലഗ് ഗയി. മൈ ഗോഡ്. അച്ചാനക്, വളരെ പെട്ടെന്ന്, സ്റ്റൂൾ കി ഏക്ക് കീൽ, ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ, പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു കീൽ എന്ന് പറഞ്ഞാൽ ആണി, സാഹിൽ കി പിണ്ടലി, അവൻ്റെ കാലിൻ്റെ ബാക്കിലെ ഭാഗമല്ലേ, കാലിൻ്റെ പൂറ്റി ആ ഭാഗമല്ലേ, ആ കണങ്കാല്, ആ പിണ്ടലി മേം ലഗ് ഗയി, ആണിക്കരി. ഏക്ക് ഇഞ്ച് ഗഹറ ഗട്ട ഹോ ഗയ, 1 ഇഞ്ച് ആഴത്തിലുള്ള കുഴി ഉണ്ടായി അവിടെ, മുറിവ്. അതാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ അവളുടെ തലയുടെ മുകളിൽ മുറി പറ്റിയപ്പോൾ ഇവൻ്റെ കാലിൻ്റെ മുകളിൽ മുറി പറ്റി. ഉസേ സർക്കാരി ആസ്പത്താൽ മേ പട്ടി ബാന്ധവാനെ കെ ലിയെ ലേ ജായ താ, അവനെ സർക്കാർ ആസ്പത്രിയിൽ പട്ടി ബാന്ധവാനെ കെ ലിയെ, അതായത് ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി.
उसने देखा कि അവൻ കണ്ടു ദോ ലോകം കെ ചോടുക്കർ വരി നിൽക്കുകയാണ് ക്യൂല് രണ്ടാളുകളുടെ മുമ്പിൽ ആകെ ബേല ഗഡിഹെ അവിടെ ബേല അവിടെ നിൽക്കുന്നു സിർമെ പട്ടി ബാന്ധാനെ കെലിയെ തലയിൽ പട്ടി ബാന്ധാൻ വേണ്ടിയിട്ടാണ് തലയിൽ പട്ടി ബാന്ധാൻ വേണ്ടിയിട്ടല്ല തലയിൽ ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ സ്കൂളിൽ വന്നു പോയിക്കൊണ്ടിരുന്ന അവർ കക്ഷാമേം കൈ ദിൻ തക്ക് ക്ലാസ്സിൽ കുറേ ദിവസങ്ങൾ വരെ ദോ ഐസെ ബच्चे ദിക്കായി ദേത്തെ ഇതുപോലുള്ള രണ്ട് കുട്ടികൾ കാണപ്പെട്ടു ഇതുപോലുള്ള രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ബാൻഡേജ് കെട്ടിയതും അതുപോലെ കാലിൽ ബാൻഡേജ് കെട്ടിയതുമായ രണ്ട് കുട്ടികളെ കാണപ്പെട്ടു लिख रहे जिसमें एक के सिर पर पट्टी बांधी ഒരെണ്ണത്തിന്റെ തലയിൽ ബാൻഡേജ് ഇട്ടു होती और एक की पिंडली में ഒരാളുടെ കാലിലും सफेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते വെള്ള ബാൻഡേജ് കെട്ടിയ ഇവരെ എവിടെയും ഒരുമിച്ച് കാണാമായിരുന്നു ഒരുമിച്ചേ കാണാൻ പറ്റുമായിരുന്നു ഓക്കെ സി നമ്മളതിൻ്റെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാഞ്ചവീം കക്ഷ കാ റിസൾട്ട് ആ ഗയ പാഞ്ചവീം അഞ്ചാം ക്ലാസ്സിലെ പാഞ്ചവീം കക്ഷ പാഞ്ചവീം അഞ്ചാമത്തെ കക്ഷ ക്ലാസ് ക അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് ആ ഗയ റിസൾട്ട് വന്നു ദോനോം രണ്ടുപേരും ചടിമേം ആ ഗയെ രണ്ടാളും ചടിയിലെത്തി ആറാം ക്ലാസ്സിലെത്തി ചടി 6 यह स्कूल 5वीं तक ही था यह स्कूल ഈ സ്കൂള് 5वीं तक ही था 5ാം ക്ലാസ് വരെയാണ് ഉള്ളത് സാഹിൽ അബ് തും കഹാം പഠോഗി സാഹിൽ നീ എവിടെയാണ് പഠിക്കുന്നത് ബേലാനെ പൂച്ച ബേല ചോദിച്ചു അവർ തും കഹാം പഠോഗി ബേല പക്ഷെ നീ എവിടെയാണ് ഇനി പഠിക്കുന്നത് ബേല സാഹിലിനെ പൂച്ച സാഹിൽ ചോദിച്ചു സാഹിൽ ബേലോട് വെച്ചാണ് പഠിക്കുന്നത് ബേല സാഹിലിനെ വെച്ച് നീ എവിടെ പഠിക്കുന്നത് മേരെ പാപ്പ കഹ് രഹേ തേക്കി എൻ്റെ പാപ്പ എൻ്റെ അച്ഛൻ പറയുന്നത് തുജെ രാജകീയ കന്യാ പാഠശാലാമേം പഠായെങ്കി അവർത്തും അപ്പോൾ ബേല പറയാണ് എൻ്റെ പിതാവ് എന്നോട് പറയുന്നത് രാജകീയ കന്യാ പാഠശാല പറഞ്ഞ ഗേൾസ് സ്കൂള് രാജകീയ കന്യാ പാഠശാലാമേം പഠായെങ്കി എന്നെ ഭാരതീയ കന്യാ പാഠശാലയിലാണ് ഇനി പഠിപ്പിക്കുന്നത് എന്ന് ബേല പറഞ്ഞു മുജെ അഗലെ സാൽ അജ്മേർ ഭേജ് ദേങ്കെ എന്നെ അടുത്ത വർഷം അജ്മേരിലേക്ക് അയക്കും വഹാം ഏക്ക് ഹോസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് ഗർസെ ദൂർ വഹാം അക്കേല രഹുങ്ക വീടിന് ദൂരെ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ട് സാഹിൽ എന്ന ആൺകുട്ടി പറയാണ് ക്യോം സാഹിൽ പതാ നഹി ക്യോം എന്ത് സാഹിൽ അങ്ങനെ പതാ നഹി എനിക്കറിയില്ല तो यानी कि अब तुम फुलेराമ नहीं रहोगे അടാ അപ്പം നീ ഫുലേരയിൽ ഇനി ഉണ്ടാവില്ലേ ചോദിക്കാനേ നഹി തുമാരാ റിപ്പോർട്ട് കാർഡ് നിൽക്കാനേ അതെ നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് താ നിന്റെ റിപ്പോർട്ട് കാർഡ് നിന്റെ പ്രോഗ്രസ് കാർഡ് തരൂ സാഹിൽ ബേലാക്കാർ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാത്ത സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു അവർ ബേല സാഹിലിൻ്റെയും ആജ് आखिरी बारी वे एक दूसरे की कोई चीज को छूकर देख रहे थे പറയുന്നു आज आखिरी बारी वे एक दूसरे की कोई चीज छूकर देख रहे ഇന്ന് അവസാനമായി ഒരാൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ സാഹിൽ ബേലയുടെയും ഒരു സാധനം അവസാനമായാണ് നോക്കുന്നത് തുമാരി ആങ്ക് മേം ആൻസു ക്യോം ആ രഹേ ഹേ ബേല തുമാരി ആങ്ക് മേം നിന്റെ കണ്ണിൽ ക്യോം എന്തുകൊണ്ടാണ് ആൻസു തുമാരെ ആങ്കമേ ആൻസു ക്യോം ആ രഹേ എന്താ നിന്റെ കണ്ണിന്ന് വെള്ളം വരുന്നത് നീ എന്തിനാണ് കരയുന്നത് ബേല സാഹിൽ ചോദിക്കാണ് മുझे क्या पता എനിക്ക് എങ്ങനെ അറിയാം ബേലാനെ ഡബ് ഡബായി ആംഗം സെ ഹസ്തെ ഹുയെ കഹാ തുമാരി ഓരോരുത്തർ കളിക്കാൻ വരാണ് തുമാരി ആംഗമേം ആസു ക്യോ ആ രഹേ ഹെ ബേല നിന്റെ കണ്ണുകളിൽ എന്തുകൊണ്ടാണ് കണ്ണുനീര് വരുന്നത് ബേല മുझे क्या पता എനിക്ക് എങ്ങനെ അറിയാം ബേല ഡബ്ഡബായി ആംഗം ഡബ്ഡബായി നനഞ്ഞ കണ്ണുകൾ കണ്ണുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോകാണ്
साहिल की आंखों बीरबहूटी की तरह लाल होने लगी. साहिൽ की ആങ്കേം സാഹിലിന്റെ കണ്ണുകൾ ബീർബഹൂട്ടി की तरह ബീർബഹൂട്ടിയുടെ പോലെ ലാൽ ഹോനെ ലഗി തീ ചുവപ്പ് കളറായിക്കൊണ്ടിരിക്കുന്നു. പാഠത്തിന്റെ ആദ്യ ഭാഗത്തെ പോലെ വരികയാണ്. और उसमें बारिश की बूंदों का पानी भर गया था. और അതുപോലെ കണ്ണ് ചുവന്ന കളറാവുകയും ചെയ്തു. ബീർബഹൂട്ടിയുടെ പോലെ ചുവന്ന കളറാവുകയും പിന്നീട് അതിൽ ബാരിഷ് കി ബൂന്ദോം സാ പാനി മഴത്തുള്ളികൾ പോലെ വെള്ളം നിറയാൻ തുടങ്ങി. ബേല കഹനെ ലഗി ബേല പറയാൻ തുടങ്ങി. മേ ചിടാവും അബ് തുമേ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. രോനി സൂരത്ത് സാഹിൽ രോനി സൂരത്ത് സാഹിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബേല സാഹിലിനെ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന് പറയാണ്. ബാരിഷോം ആനേമേം ഡേഡ് മഹീന ബാക്കിത്ത മഴക്കാലം വരാൻ 1.5 മാസം കൂടിയുണ്ട്. ബാരിഷ് ആനേമേം ഡേഡ് മഹീന ബാക്കിത്ത മഴക്കാലം വരാൻ ഇനിയും മാസങ്ങളുണ്ട്. ലേക്കിൻ യഹ് ബാരിഷ് സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ താ പക്ഷേ ഇത് മഴക്കാലത്തിൻ്റെ മുൻപെയുള്ള ഒരു മഴയാണ്. ആസ്മാൻ മേം ഗഡായേം गडाएं गिरी थी. आसमान में गडाएं गिरी थी. धूम रही तेज हवाएं चल रही थी. ആകാശത്ത് बारिश में സ്കൂള് ഒരു മിനിറ്റ് കേട്ടോ ഈ പാരഗ്രാഫ് ഒന്നുകൂടി പറയാം. बारिश में आते में डेढ़ महीना മഴ പെയ്യാൻ ഇനിയും മഴക്കാലം വരാൻ ഇനിയും ഒന്നര മാസമുണ്ട്. ആകാശത്ത് ബാരിഷ് കെ പഹലെ കി ബാരിഷ് കാ ഏക് ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ താ ഇത് മഴക്കാലത്തിൻ്റെ മുൻപേ ഉള്ള ഒരു മഴക്കാലമാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇത് ഏപ്രിൽ മെയ് മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂണിലാണ് മഴ ഉണ്ടാവുക. അപ്പോൾ ജൂണ് പകുതി ജൂണിൻ്റെ തുടക്കത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ അപ്പോഴാണ് മഴക്കാലം. പക്ഷെ എപ്പോഴും ഒരു വേനൽ മഴ പോലല്ലേ. അപ്പോൾ ഒരു വേനൽ മഴ പെയ്യാൻ ഇനി 1.5 മാസക്കാലമുണ്ട്. ടേണ്ട് എന്ന് പറഞ്ഞാൽ 1.5 എന്നർത്ഥം. 1.5 മാസക്കാലം കൂടി ഉണ്ട്. അതിന് മുമ്പുള്ള മഴയാണ്. അങ്ങനെ ആസ്മാൻ മേ ഗഡായേം ഗിരി ഹെ ആകാശം മേഘാവൃതമായി. ദൂൽ ബരി തേജ് ഹവായെ ചൽ രഹി തി നല്ല കാറ്റ് ശക്തമായ കാറ്റ് വീശുന്നു. പാനി ബരസ് രഹാത്ത വെള്ളം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ചായി ഏക് ഗലി മേം പാഞ്ചവീം സെ ചടി മേം ചലി ഗയി ഏക് ലഡ്കി ജാ രഹി തി. പാനി ബരസ് രഹാത്ത മഴ പെയ്യുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ചായി ഏക് ഗലി മേം ഫുലേര പട്ടണത്തിലെ മഴക്കാർ നിറഞ്ഞ ഒരു തെരുവിലൂടെ പാഞ്ചവീം സെ ചടീമേം ചലി ഗയി 5ാം ക്ലാസ്സിൽ നിന്നും പാഞ്ചവീം സെ 5ാം ക്ലാസ്സിൽ നിന്ന് ചടീമേം ചലി ഗയി 6ാം ക്ലാസ്സിലേക്ക് എത്തിയ ഏക് ലഡ്കി ഒരു പെൺകുട്ടി ജാ രഹി തി അതായത് ഈ മഴയത്ത് 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. उसके बूरे बाल बीरबहूटियम के रंग के लाल रिबन से बांधा थे. उसके बूरे बाल बीरबहूटियम के रंग के लाल रिबन से बांधे थे. അവളുടെ മുടി മുഴുവൻ ബീർബഹൂട്ടിയുടെ നിറമുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. ആ പെൺകുട്ടിയുടെ മുടി മുഴുവൻ ബീർബഹൂട്ടിയുടെ കളറുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. ദൂസരി ദിശാക്കോ ജാതി അടുത്ത ദിശയിൽ എതിർ ദിശയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഏക് ഗലീമേം തൊട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോകുന്ന തെരുവിലൂടെ പാഞ്ചവീം സെ ചടീമേം ഗയ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് എത്തിയ ഏക് 11 സാൽ കാ ലഡ്ക ഒരു 11 വയസ്സായ ആൺകുട്ടി ജാ രഹാത്ത പോയിക്കൊണ്ടിരുന്നു.
ഇസ്കി പിണ്ടലിമേം അവൻ്റെ കണങ്കാലിൽ പിണ്ടലിമേം ബീർബഹുട്ടിക്ക് രംഗ് കാ സ ബീർബഹുട്ടിയുടെ നിറമുള്ള ചുവന്ന നിറമുള്ള ഏക്ക് ഇഞ്ച് ലംബ ചോടുക്ക നിശാന്ത 1 ഇഞ്ച് ആഴമുള്ള മുറിപ്പാടുണ്ട്. അപ്പോൾ മഴക്കാലം എത്തുന്നതിന് മുൻപേയുള്ള മഴ സമയമാണ്. ആകാശത്ത് മഴക്കാറുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഫുലേര ജംഗ്ഷനിലെ ഒരു തെരുവിലൂടെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി പോകുന്നു. അവളുടെ മുടി ചുവന്ന ബീർബഹുട്ടിയുടെ അതേ നിറമുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിലൂടെ പോകുന്ന തെരുവിലൂടെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു ആൺകുട്ടി നടന്നു പോകുന്നു. അവൻ്റെ കണങ്കാലിൽ ബീർബഹുട്ടിയുടേത് പോലെയുള്ള ഒരു ഇഞ്ച് ആഴമുള്ള മുറിയുടെ പാടുമുണ്ട്. അതിന് 2 ഭാഗത്തേക്കും 2 ആളുകൾ ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയോടുകൂടി ഇങ്ങനെ വിപരീത ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക 2 കുട്ടികൾ. ഈ കുട്ടിയുടെ വിഷമങ്ങൾ, ഈ 2 കുട്ടികളുടെ സൗഹൃദത്തിൻ്റെ വിഷമങ്ങൾ, സൗഹൃദത്തിൻ്റെ സന്തോഷകരമായ സൗഹൃദങ്ങളും അതുപോലെ അവ വേർപാടിൻ്റെ നൊമ്പരങ്ങളും യുവ സാഹിത്യകാരൻ പ്രഭാത് ഒട്ടും കളയാതെ തന്നെ ഇവിടെ പകർത്തിയിരിക്കുന്നു. പാഠഭാഗം കഴിയുമ്പോൾ ആത്മാർത്ഥമായി ഈ കഥ മനസ്സിലാക്കിയ കുട്ടികളുടെ മനസ്സിലും ചെറിയൊരു വിഷമത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പ്രഭാതത്തിൽ കുട്ടികൾ ബീർബഹുട്ടിയെ തരയുന്നു, 1ാമത്തെ ഭാഗമാണ്. അതിൽ കുറേ കളറ് പറയുന്നുണ്ട്. 1ാമത്തെ കളറുകൾ പറയുന്നത് വെച്ചാൽ ഹര എന്ന് പറയുന്നത് പച്ച മുഗ്ഫലി നിലക്കടലയുടെ പീലെ മഞ്ഞ പൂവുകൾ പറയുന്നുണ്ട്. ബീർബഹുട്ടി ലാൽ ചുവന്ന കളറ് പറയുന്നുണ്ട്. ബൂരേ തവിട്ട് നിറത്തിലുള്ള ജമീൻ മണ്ണിൻ്റെ കളർ പറയുന്നുണ്ട്. കുറേ കളറുകൾ പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ മഴക്കാലത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാദൽ, അങ്ങനെ കുറേ വാക്കുകൾ പറയുന്നുണ്ട്. അതിനൊക്കെ അർത്ഥം നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ബീർബഹുട്ടീനെ തിരയുന്നു. അതിന് പഹലി ഗണ്ടി ഫസ്റ്റ് ബെല്ലടിച്ചു. പെൻമേ സ്യാഹി ഭരണ പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഫുലേര ജംഗ്ഷനിലൂടെ പോകുമ്പോൾ അവിടുത്തെ മാൽ ഗാഡിയം അവർ സവാരി ഗാഡിയം ബര ഫുലേര ജംഗ്ഷൻ. അപ്പോൾ ആ വഴി കൂടെ പോകുമ്പോൾ കഴുത അതിനെ നോക്കണ ആൾ പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ കുട്ടികൾ വരുന്നു. അങ്ങനെ അവരിങ്ങനെ വന്നിട്ട് പിന്നെ പീടികയിലെത്തി മഷി ചോദിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പ് വീട്ടിലെത്തുന്നതിന് മുമ്പ് അതിൻ്റെ പേനലിൻ്റെ മഷി അവൻ കളഞ്ഞു പറഞ്ഞപ്പോൾ മഷി കളഞ്ഞു പറഞ്ഞപ്പോൾ ഒരു ചൊല്ല് പറയുന്നുണ്ട്, ഗഡേക്കോ ദേക്കർ ബാദൽക്കോ ദേക്കർ ഗഡേക്കോ ഗഡാ നഹി ഡുലാന ചാഹിയെ അത് പറഞ്ഞു. അപ്പോൾ പിന്നെ എത്രയിലാണ് പഠിക്കണേന്ന് പറഞ്ഞപ്പോൾ ചെക്കൻ പറഞ്ഞു, മുഷ്ന മനസ്സോട് കൂടി പറഞ്ഞു 5 എന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണിനോട് ഒരുമിച്ചാണോ ചോദിച്ചാൽ പറഞ്ഞു അതെ, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരുമിച്ചാണോ ഒപ്പാണ് കഴിയുന്നത്. പിന്നെ അതിനുശേഷം സുരേന്ദ്ര മാഷ് കർക്കശക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോൾ മുടി പിടിച്ച് വലിച്ചു. അത് കുറ്റല്ല, പക്ഷേ ഇവിടെ പേടിച്ച് വരച്ചു. കൈകാലിങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് വീഴും തോന്നി പുസ്തകം വലിച്ചെറിഞ്ഞു. അങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇവളുടെ മനസ്സ് ഭയങ്കര വിഷമായി. പിന്നെ അവനെ നോക്കാം, ഇവളുടെ സാഹിലിൻ്റെ മുമ്പിൽ എപ്പോഴും നല്ലൊരു കുട്ടിയായിട്ട് എപ്പോഴും നിൽക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പറയാം, ദീപാവലിയുടെ അവധി സമയത്ത് ബേലയുടെ തലയിൽ മുറിവ് പറ്റി, തലയിൽ സഫേദ് പട്ടി ഇവളുടെ ബാൻഡേജ് കെട്ടിയിട്ട് വന്നു. അവള് സ്കൂൾ വന്ന സമയത്ത് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കളിക്കാൻ പോയിട്ട് ഗാന്ധിജിയുടെ പ്രതിമയുടെ ചുറ്റും ഇങ്ങനെ കളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച രവിവാർക്ക് ചുട്ടി ഞായറാഴ്ച വീടിൻ്റെ ഉള്ള നീം കാപ്പയെടുക്കെ ഡാലി ജൂം അതിൻ്റെ കൊമ്പിനെ മുകളിൽ തൂങ്ങുമ്പോൾ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ പൊട്ടിയ ആണി, കാലിൻ്റെ അവിടെ ഉള്ള ആണി നീര് നിൽക്കുന്നുണ്ടായിരുന്നു. കാലിൻ്റെ പിണ്ടല്ലിയുടെ മുകളിൽ കയറി. അങ്ങനെ വന്നു ആസ്പത്രി, സർക്കാർ ആസ്പത്രിയിൽ ഈ സാധനം ബാൻഡേജ് കെട്ടാൻ വേണ്ടി വന്ന സമയത്ത് 2 ആള് ദോ ആദ്മിക്ക് ആകെ ബേല പട്ടി ബാന്ധവാനൊക്കെ അല്ലേ ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് ബേല അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 5ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു. 6ലേക്കായി, 2 സ്കൂളിലേക്കാണ്. അപ്പോൾ ബേലയോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് പഠിക്കുക വെച്ചപ്പോൾ രാജകീയ കന്യാ പാഠശാലയിലാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. സഹിനോടെ ചോദിച്ചപ്പോൾ അജ്മീറിലാണ്, ഹോസ്റ്റലിലാണ്.
അങ്ങനെ രണ്ടാൾ പിരിഞ്ഞു പോകുകയാണ്. ഈ സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. കഥ സന്ദർഭങ്ങൾ നമ്മളിത് ഒരുവിധം ആത്മാർത്ഥമായിട്ട് വായിച്ചു തന്നിട്ടുണ്ട്. ബോറിംഗ് ആണ്. ബോറിങ്ങിനെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. തീരെ അറിയാത്ത കുട്ടികൾ, അക്ഷരം അറിയാത്ത കുട്ടികളൊക്കെ ഇത് സൂക്ഷ്മമായി നോക്കണം. ദിസ് ഈസ് അപ് ടു യു. നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് ഇത് വായിച്ചു തരുന്ന സമയത്ത് ടീച്ചറോട് ചിലപ്പം ടീച്ചറെ ഒന്നുകൂടി വായിക്കുമെന്ന് പറയാൻ പേടിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി ഞാനത് വായിക്കുമ്പോൾ അത് ഏത് ലെറ്റർ ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് വളരെ റിസ്ക് എടുത്തിട്ട് തന്നെയാണ്. കാരണം ഇതൊന്നും ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത്ര സുഖമൊന്നുമില്ല. ഇത് ഇൻഫോർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്, വിവരങ്ങളാണ് കൊടുക്കുന്നത്. ഒരിക്കലും രസകരമായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. നമ്മൾ അത്ര വലിയ കഴിവുള്ള ആളൊന്നുമല്ല. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഈ ഒരു പാഠം നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാഠത്തിൽ ഈ വാക്കുകൾ തന്നെ ഉണ്ടാവും കൂടുതലും. അപ്പോൾ ഈ ഹിന്ദിയൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പമാകാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ഇന്ന് വായിക്കണം, പുസ്തകം വായിക്കണം. അതൊരു രക്ഷയില്ല. നോ ഷോർട്ട് കട്ട്സ്, എളുപ്പ വഴികളില്ല. കാണാൻ പഠിക്കുന്നില്ല, പുസ്തകങ്ങൾ വായിച്ച് ഇപ്പോൾ അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും ഇത് എളുപ്പമാക്കണം. അപ്പോൾ ഓക്കെ, നല്ല കുട്ടികളായിട്ട് അത് മാക്സിമം ഇവരുടെ കഥ മനസ്സിലാക്കുക. ഓക്കെ, എഴുതിയിട്ടുള്ള ആള് പ്രഭാത്, കഥയുടെ പേര് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ലേഡി ബേർഡ് എന്നൊക്കെ പറയില്ലേ. ഞാൻ ഈ ബീർ ബഹൂട്ടിയുടെ ചിത്രം ഞാൻ ഇതിനെ കാണിച്ചു തരാം. ഇതിലുണ്ട്, അതൊക്കെ നമുക്ക് അറിയാൻ തന്നെയാണ്. ഓക്കെ, നമ്മളതിനെ എന്താ ഓട്ടർഷ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ നല്ലൊരു കഥയാണ്. പുസ്തകം ഇതിലുണ്ട്, PDF ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പുസ്തകമുണ്ട്, അത് വെച്ച് ഇങ്ങനെ വായിച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ.